Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ചങ്കുകളെ, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ ലക്ഷ്മണരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാത്രമാ. എവിടെയാണോ മോഷണം നടക്കുന്നത് അവിടെ ഇതുകൊണ്ടൊരു ഒറ്റ വര വരച്ചാൽ മാത്രം മതി. ഏത് കള്ളനാണോ ആ വര മറികടക്കാൻ നോക്കുന്നത് അവൻ തന്നെ ചിന്തിക്കും അവൻ എന്തിനാ വന്നതെന്ന്. പിന്നെ മോഷ്ടിക്കാൻ വന്ന കാര്യമൊക്കെ അങ്ങ് മറന്നു പോകും. ചുരുക്കി പറയുവാണെങ്കിൽ അവൻ ആരാണെന്ന് പോലും അവൻ ഓർമ്മയുണ്ടാവില്ല. വലിയേട്ടാ, ഇങ്ങോട്ട് തരൂ. ആ ചോക്ക് എനിക്ക് തരൂ. ഞാൻ ചെന്ന് ജോൺ താമസിക്കുന്നതിന് ചുറ്റും ഇതിനെ കൊണ്ട് വരച്ചു വെക്കട്ടെ. ആ ജോൺ ഈ വര കടക്കുകയാണെങ്കിൽ എല്ലാം മറന്നു പോവുകയും ചെയ്യും. അവൻ ഒരു കള്ളനാണെന്നുള്ള കാര്യം പോലും. ഇതിന്റെ എഫക്ട് മറികടക്കാൻ വേണ്ടി ഞാനൊരു ക്യാപ്സൂളും ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്കുകളെ. ഈ ക്യാപ്സൂള് കഴിക്കുന്നവരിൽ ഈ ലൈനിന്റെ എഫക്ട് ബാധിക്കില്ല. അതേന്നേ, ഒരു തവണ ആ ലൈൻ ഒന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആ ലൈൻ എവിടെയാണെന്ന് ആ ലൈനിൽ പോലും അറിയില്ല. വര മറികടക്കുന്ന ആദ്യത്തെ ആൾക്ക് എല്ലാ കാര്യങ്ങളും മറന്നു പോകും. അതല്ലേ സത്യം? രണ്ടാമത് മറികടക്കുന്നവന് ഒന്നും സംഭവിക്കില്ല താനും. ഇത് വളരെ നല്ല കാര്യമുള്ള വലിയേട്ടാ. അതൊന്നും ഓർത്ത് പേടിക്കട്ടെ. ആ ക്യാപ്സൂള് ജനം കടിച്ചെടുത്താൽ പോരെ. ക്യാപ്സൂള് കഴിക്കുവാണെങ്കിൽ എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ബെസ്റ്റ് ഓഫ് ലക്ക് മോട്ടു, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പത്തലു കണ്ടില്ലേ? ഇനിയല്ലേ കളിയുടെ രസം. ജോൺ ഇപ്പൊ താവളത്തിൽ നിന്ന് പുറത്തിറങ്ങും. ഒരു പ്രാവശ്യം ജോണിന്റെ ബസ് അത് ക്രോസ് ചെയ്താൽ ഫുർഫുറി നഗർ എന്നേക്കുമായി പിന്നെ ശാന്തമായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആ ജോണിനെ പിടിക്കാൻ നോക്കട്ടെ. അവനെ പിടിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് ഞാൻ ചാക്യാർ കൂത്ത് കളിക്കും. കോൺസ്റ്റബിൾസ് റെഡി? ചിങ്കം സാറേ, എന്റെ അമ്മോ, എനിക്ക് ഈ ജംഗിളിൽ എന്താണ് പണിയുള്ളത്? ഹലോ, ആരാണ് നിങ്ങൾ? മോഹിനിയാട്ടം കളിക്കാൻ അറിയോ? ഇങ്ങനെ അതെ, ഞങ്ങൾ ജോണിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അവൻ ഇവിടെ ഇല്ല. കാരണം നിങ്ങൾ ചിങ്കം സാറിനെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അവരുടെ കയ്യിൽ ക്യാപ്സ്യൂൾ ഉണ്ട്. ചിങ്കം സാറിന് ശരിയായിക്കോളും. തക്ക തയ്യ തക്ക തയ്യ തക്ക തയ്യ തക്ക തക്ക തയ്യ. ഞാൻ നിങ്ങളോട് എന്റെ കാറ് വൃത്തിയാക്കാൻ പറഞ്ഞില്ലേ? കണ്ടില്ലേ അത് വൃത്തികേടായി കിടക്കുന്നത്? നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും കൂടി ചെയ്തുകൂടെ? ഇനി അവൻ ഈ വര മറികടന്നാലേ എല്ലാ കാര്യങ്ങളും മറന്നു പോയിക്കോളൂ. ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം. അകത്തേക്ക് വന്നോളൂ. വാതിൽ തുറന്നു തന്നെ ഇരിക്കുന്നേ. ഞാൻ ആരാ? ഞാൻ എന്തിനാ ഇവിടെ വന്നത്? വലിയേട്ടാ, നിങ്ങൾ എന്തിനാ ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തത്? കളഞ്ഞല്ലോ. ആ ബോക്സർ എവിടെ? എന്ന് വെച്ചാ ഞാനൊരു ബോക്സറാണോ? ഓഹോ, ഞാൻ ബോക്സറാണ്, ബോക്സറാണ്. ഈ ഡോക്ടർ ചക്കയ്ക്ക് എന്താണ് പറ്റിയത്? ഞങ്ങള് ബോക്സറേട്ടനെ കൊടുക്കാൻ വേണ്ടിട്ടാ ലക്ഷ്മൺ രേഖ വരച്ചത്. പക്ഷെ ഡോക്ടർ ജഡ്കയാണത് മറികടന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത വയ്യാവലേക്ക് ഉണ്ടാക്കി വെക്കില്ല. ഡോക്ടർ ചക്ക എന്നോടൊപ്പം വന്നേ. ആ ക്യാപ്സൂല് കഴിച്ചാൽ എല്ലാം ശരിയായിക്കോണേ. വരൂ ഡോക്ടറെ, വരൂ. നീ ആരാ? നീ ബോക്സറാണോ? പിടിച്ചു. 20 കൊല്ലത്തെ കൂട്ടുകാരനാണ് ഡോക്ടർ തന്നെയത്. ഹലോ, നിങ്ങൾ എന്തിനാ ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്? എന്റെ ഗ്ലൗസ് തിരിച്ചു തരാൻ. ഇന്നോ പിടിച്ചോ.
ഗസീറ്ററാം വേഗത്തിൽ ഡോക്ടർ ജഡ്കെ ലാബിലേക്ക് കൊണ്ടുപോകൂ. ഞങ്ങൾ ചെന്ന് ജോണിനെ അന്വേഷിക്കട്ടെ. ഓടിക്കാ. നിങ്ങളുടെ ബോസ് ജോൺ എവിടാ? ബോസ് പറഞ്ഞത് ചായ കുടിച്ചിട്ട് വരാമെന്നാ. താങ്ക് യു. കൃത്യസമയത്ത് കുരങ്ങനെ പോലെ ചാടി എന്റെ മോനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. കൊരങ്ങനെ പോലെയോ? കൊരങ്ങനെ പോലെ ഞാൻ ചാടിയെന്നോ? എന്ന് വെച്ചാൽ ഞാൻ കൊരങ്ങനാണല്ലേ? ഞാൻ കൊരങ്ങനാണേ. എന്റെ മോട്ടു ഇവിടുന്ന് വേഗം വാ. എവിടെ പോവാൻ? എവിടെ പോവാൻ? ആട്ടെ, നീ ആരാണ്? ഇനി നിന്റെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ആയിരിക്കും. നോക്ക്, മടു ക്യാപ്സൂൾസ് ഒക്കെ എന്റെ കയ്യിലുള്ളത്. സൂപ്പർ പത്ലു, നിന്റെ കൂട്ടുകാരൻ എങ്ങനെയാ മാറിയെന്ന് നോക്ക്. നീ മാത്രം എന്താ മാറാത്തെ? നീ ഒരു കാര്യം ചെയ്യേ, ഒരൊറ്റ വര വരച്ച് ആ വരയുടെ മോളിൽ കൂടെ എടുത്തു ചാട്. അപ്പൊ നീ എല്ലാം മറന്നു പോകുമല്ലോ. ഭയങ്കര കോമഡി ആയിരിക്കും. ബൈ ബൈ. ഗസീറ്ററാമേ, എത്രയും പെട്ടെന്ന് ജോണിന്റെ സ്ഥലത്തേക്ക് പോയി ആ ക്യാപ്സൂൾ നമ്മൾ സ്വന്തമാക്കണം. ജോൺ, ആ ക്യാപ്സ്യൂൾ ഞങ്ങൾക്ക് തന്നേക്ക്. അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ക്യാപ്സൂൾ തരത്തില്ലടാ. ആവശ്യമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കയറുവാ. 3 മാസത്തേക്ക് ഭക്ഷണം കൂടാതെ കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഈ ജോണ് കരുതി വെച്ചിട്ടുണ്ട്. നിനക്ക് അത്രയ്ക്ക് ചൊറിച്ചിലാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വേടാ. ആ ലൈൻ ഒന്ന് കവത്തി വെച്ച് നോക്ക്, കാണാമല്ലോ നിന്റെ മിടുക്ക്. വാടാ മോനെ, വാ. മോട്ടു പത്ലുവിന്റെ ജോഡി അങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ല ജോണേ. ഇത് ചതിയാണ്, വഞ്ചന. നീ തെറ്റായ വഴി കൂടെ അകത്ത് കയറിയത്. ഓടിക്കോടാ ജോണേ, അവിടെ നിൽക്ക. ജോൺ, രക്ഷപ്പെട്ടു. പത്ലൂന് വരകിടന്നകത്ത് കിടക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് പുറത്ത് കിടന്നുകൂടാ? ബൈ ബൈ പത്ലു, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇനി നിന്റെ ഈ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ല. ഞാനാരാ? നിങ്ങളാരാ? നീ ഇവിടെ തന്നെ ഇരിക്ക്, എവിടേക്കും പോകരുത്. ഞാനിപ്പോ വന്നേക്കാം. പത്ലു, നീ എന്തായി കാണിച്ചത്? എന്നെ പുറത്തിറക്ക്. അല്ല ഗസീറ്ററാമേ, നിന്റെ മുഖത്ത് എന്താ പറ്റിയത്? ലക്ഷണം കണ്ടിട്ട് നല്ല ഇടി മേടിച്ചത് പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? ഡോക്ടർ ചട്ക, നിങ്ങൾക്ക് ശരിയായല്ലോ. എനിക്കാണ് ഇപ്പൊ മറവി വന്നിരിക്കുന്നത്. കോൺസ്റ്റബിൾ,
മോട്ടു ഈ ക്യാപ്സൂൾ കഴിക്ക് പ്ലീസ്. എന്റെ അമ്മോ, മോട്ടുനെ പിടിക്കൂ. അവനെന്താ ഈ മരം കയറുന്നത്? അവൻ എന്താണ് സംഭവിച്ചത്? മോട്ടു വേഗം വായ തുറക്ക, എന്നിട്ട് ഈ ക്യാപ്സൂൾ കഴിക്ക്. അതെ, എനിക്ക് പഴമാണ് ഭയങ്കര ഇഷ്ടം. എനിക്കിനി പഴം മാത്രം മതി. അല്ല, ഞാനിപ്പോ ഈ പഴത്തിന് എങ്ങോട്ടാ പോവാ? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ, അല്ലെങ്കിൽ താഴേക്ക് വീഴും. ഇല്ലില്ല, ഞാൻ വീണോളാം. മോട്ടു, നീ പറഞ്ഞത് അനുസരിക്കേ. ഐഡിയ കേൾക്ക്. കുരങ്ങന്മാര് മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി അടിക്കും. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടേ? മോളിക്കടുത്തല്ല. എന്റെ അമ്മോ. നമ്മളിവിടെ എന്തെടുക്കുവാണ്? എല്ലാം ഓർമ്മ വന്നു. ആ ജോൺ എവിടെയാണുള്ളത്? ഇതുപോലത്തെ ഊടായി പെരിയ ആരോടും കാണിക്കരുത് കേട്ടോ. എന്നാലും ഇത് ഭയങ്കര ചതിയായി പോയി. വേണ്ടായിരുന്നു, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇതാണ് നിന്റെ ജയില്. ഇന്ന് മുതൽ നീ ഇതിനകത്തിരുന്നാ മതി. ഈ വട്ടത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് പോ. Watch India's largest kids library only on Geo Hotstar. Download the app